പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ മാറിയിട്ട് ഇതാ സൈഡിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ടാവും ബസ് സിമുലേറ്റർ ഇന്ത്യ ഇറങ്ങിയേക്കുവാണ്. ആൻഡ് ഇത് മാലിയോ ഗെയിംസ് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ആൻഡ് ഞാൻ കളിച്ചു നോക്കിയ അത്യാവശ്യം നല്ല ഗെയിമാണ്. ഇന്ത്യത്തെ പകുതി കാറുകൾ ഇതിലുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ന്യൂ. യെസ്, ഓക്കെ. ഹൈദരാബാദ്, മുംബൈ കണ്ടോ, നമ്മുടെ ഇന്ത്യ ഫുൾ മാപ്പ് ഇതിലുണ്ട് ഗൈസ്. സെറ്റ് അല്ലേ ഇത്? ഇവിടെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ അവിടെ ഒന്നും ഇല്ലല്ലേ. ഓക്കെ, മുംബൈ ഉണ്ട്. മുംബൈ ടു ഹൈദരാബാദ്. നമ്മുടെ കൊച്ചി ഉണ്ട്. കൊച്ചി ടു സലീം, കോയമ്പത്തൂര്. കൊച്ചി വേണ്ട, റീസെറ്റ് അടിച്ച്. ബാക്കിയെല്ലാം ലോങ് അല്ലേ. നമുക്ക് കൊച്ചി ടു കോയമ്പത്തൂരാണ് ഗൈസ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ആൻഡ് ആ ഒരു ആഡ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നേരെ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഇന്ത്യൻ ഓട്ടോ ആൻഡ് ബസ്. ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് കേറി നോക്കി, ജസ്റ്റ് ഒന്ന് ഓടിച്ചു. പക്ഷെ ഞാൻ ട്രാഫിക് ഡെൻസിറ്റി ഭയങ്കര കുറച്ചിട്ടാണ് ഇട്ടത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വണ്ടികൾ. ഓ, നമ്മുടെ ബസ് എത്ര നാളാണ് ഞാൻ ഇത് കളിച്ചിട്ട്. അയ്വാ. ഓക്കെ, നമുക്കിവിടെ പാസഞ്ചറിനെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. കയറു അണ്ണാച്ചികളെ, കയറു. ഓക്കെ, ഞാൻ സ്കിപ്പ് ചെയ്ത് ഡ്രൈവ് ടു കോയമ്പത്തൂർ. ടൈമോ 10:08 അങ്ങനെ. ഓക്കെ, നമുക്ക് കൊച്ചിന്ന് നേരെ സൈഡിൽ ഒരു ഡിഫൻഡർ അല്ലേ കിടക്കുന്നത്. ഞാൻ കണ്ട് എടാ ബൊലേറാണത്. ബൊലേറോ ആവാനാണ് ചാൻസസ്. നമ്മള് നേരെ നമ്മുടെ ബസ് എടുക്കുന്നു. നേരെ നമ്മുടെ ഹോണ് മാറിയാ അല്ലേ, അതിലുണ്ടായിരുന്ന തന്നെയാണ്. ഇന്ത്യൻ ഹോണ്. അത് നേരെ അങ്ങ് എടുത്താ പോരല്ലേ. എന്നാലും നമുക്ക് ഗെയിം റൂൾസ് അനുസരിച്ച് പോവാം. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ട്രാഫിക് റൂൾസ് പാലിക്കണം. എന്നിട്ട് വേണം ഗൈസ് നമുക്ക് ഇന്ന് നമ്മുടെ ബസ് എടുത്ത് പാസഞ്ചേഴ്സിനെയും കൊണ്ട് സേഫ് ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഗ്രീൻ ലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ശുഭമായിട്ട് പോകാം. നമ്മൾ ഇത്തവണ ട്രാഫിക്സ് നോക്കണം, വെഹിക്കിൾസ് നോക്കണം. അയ്യോ സോറി അണ്ണ. ഓക്കെ, വണ്ടി നേരെ വളച്ചെടുത്തു. നമുക്ക് ഈ ക്യാമറ ആയിരിക്കും ചിലവർക്ക് ഇഷ്ടം. എടാ ഗെയിം കില്ലാട്ടോ, ഈ ഗെയിം ഇഷ്ടായി. അവിടെ മാപ്പ് ഇങ്ങോട്ടാണ്. ഓ സെറ്റ്. എനിക്ക് വേണ്ട ഫസ്റ്റ് പേഴ്സണിനോടാണ് കേസ് ഇഷ്ടം. പണ്ടത്തെ വേറെ സൈഡിൽ കൂടെ പോയാ നിങ്ങൾ ശ്രദ്ധിച്ചാ. നമ്മുടെ മാപ്പ് നെക്സ്റ്റ് പ്ലേസിലോട്ട് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ലോഡ് ആവുന്ന നേരം കൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന്. അല്ലെ, അത് കൂടാതെ നിങ്ങൾക്ക് ഇന്നത്തെ പ്രയാണത്തിൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് എഴുത്. ഓക്കെ ആൻഡ് നമ്മുടെ വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എനിക്ക് വണ്ടിയൊക്കെ കണ്ടോ സൈഡിൽ കൂടെ പോകുന്നേ. ഞാൻ ഓൾറെഡി നേരത്തെ കളിച്ചപ്പോ കൊറേ ഇടിച്ചു ഗൈസ് ഞാന്. നമുക്ക് ട്രാഫിക്. ഓ ഏടാ, മറ്റേ കോമറ്റ് MGയുടെ കോമറ്റും ആണ് സൈഡിൽ കൂടെ, പുതിയ കോമറ്റ്. നൈസ്. കോമറ്റ് ആക്ച്വലി കുഴപ്പമില്ല. 5 സീറ്റർ ഒക്കെ തന്നെ. 5 ആണോ 4 ആണോ? 5 സീറ്ററോ 4 സീറ്ററോ അങ്ങാണ്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. കൊള്ളാം, നല്ല വണ്ടിയല്ലേ. അതുപോലെ തന്നെ അതിന്റെ ബാക്ക് ഒക്കെ കണ്ടോ, ലൈറ്റ്. ഇതേതറിയ വണ്ടി സൈഡിൽ കിടക്കുന്നത്. ഇതുവരെ കാണാത്തൊരു മുതല്. ഓക്കെ, ഞാൻ റോൾസോ ഇന്ത്യയിലോ ലെക്സസിന്റെ ഫുഡല്ല, മറ്റേ ഗ്രില്ല്. വണ്ടി വരാം. അല്ല തന്നെ നമ്മൾ ടൂറിസ്റ്റ് ബസ് മോഡാണ്. ഇടിച്ച് കണ്ട ഇങ്ങനെ സൈഡ് ഇടിച്ചു പോവും ഗൈസ്. പൊന്നോ, വണ്ടി ഇടിക്കുന്നതൊക്കെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങ് മാറ്റി വിടാം. നമുക്ക് ട്രാഫിക് മാത്രം നന്മേഷായിട്ട് പോണം. പക്ഷെ വണ്ടി ഇടിക്കുന്ന നമ്മള് കൂട്ടില്ലത്. ഓക്കെ, അവിടെ സൈഡിൽ പണ്ടത്തെ KSRTC പോലെ ഒരു ബസ് പോകുന്നുണ്ട്. പണ്ടത്തെ മോഡൽ KSRTC ആണ് ഈ സൈഡിൽ കൂടെ.
ലെക്സസ് കൂടുതൽ ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ചൊക്കെ ഉള്ളൂ. ഇത് കൊച്ചി ഏരിയ ആണോ? നമ്പർ പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ആ KL. ഓ സീന്. ഇവര് നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മാപ്പ് സൈഡിൽ കൂടെ കണ്ടൊരു ഇന്ത്യൻ ലുക്കിൽ കുറച്ച് ആൾക്കാരൊക്കെ നടന്നു പോകുന്നത്. ഇത് സീന് സെറ്റ് വണ്ടി. നമുക്ക് ഇതില് ബസ് എടുക്കാൻ പറ്റും നിൽക്കണോ? ബസ് സിമുലേറ്റർ ഇന്ത്യൻ വണ്ടി മാറ്റണം. സൈഡിൽ നിന്ന് വെട്ടിക്കാം. പിന്നല്ല നമ്മള് വെട്ടിച്ച്. ഓക്കേ, ഞാൻ ഏതൊരു വണ്ടീനെ ഇടിച്ചു, ഞാൻ കണ്ടില്ല. ഇതിന് നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ ഈ ഗെയിമില്. ഇത് കണ്ടോ നിങ്ങൾ? ലെഫ്റ്റ് സൈഡിലുണ്ടോ ഒരു ഡിഫൻഡർ പച്ച കളറ് സീന്. ഡിഫൻഡർ ഒക്കെ അതുപോലെ ബാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓട്ടോ പെട്ടിയോട്ടോ. ആ സീന് ആപ്പയാണോ? എടാ സീന്. എടാ ഇത് കൊള്ളാട്ടോ, പക്ക എനിക്കൊരു ഇന്ത്യൻ വൈബ് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെക്സസ് ആണ്. ലെക്സസ് അധികം ഇതുപോലെ ഒന്നും ഉണ്ടാവത്തില്ല. ഇത് സ്കോർപിയോ സൈഡിൽ കൂടെ ഒരു സ്കോർപിയോ ആണ്, റെഡ് കളറ്. ഏതാ നാനോ പോലെ ഇരിക്കുന്ന ഒരു വണ്ടി? ഏതാ വണ്ടി? കാണാത്തൊരു മുതലാണല്ലോ. ഇതേതാ? ഇന്ത്യ. അയ്യോ ഇന്ത്യയിൽ അങ്ങനെ ഒരു വണ്ടി ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്തിനാട്ടെ, എനിക്ക് ഈ ഹോൺ ഭയങ്കര ഇഷ്ടമായി. സൈഡിൽ കൂടെ ഒരു സ്വിഫ്റ്റ് പോണു. സ്വിഫ്റ്റ്. ഓ സീൻ. ആ സ്വിഫ്റ്റ് ഒക്കെ അവൻ അതുപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നു കേട്ടോ. ഇത് വേറെ ആണോ? ഇത് കാണാൻ കറക്റ്റ് നാനോ പോലെ ഇരിക്കുന്നു. നാനോ ബ്രോ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഗെയിം നല്ലോണം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ആൻഡ്രോയിഡില് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യത്തെ കാർസ് ഒക്കെ അതുപോലെ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് പ്രിറ്റി ഗുഡ്. ഒരു 10ല് അത്യാവശ്യം കൊടുക്കാം ഗൈസ്. 8.59 അത്രയൊക്കെ കൊടുക്കാം. 10ല് 10 എന്ന് പറയാനൊന്നുമില്ല, എന്നാലും 10ല് 9 8 അത്രയൊക്കെ ഉണ്ട് ഗൈസ്. ഓൾമോസ്റ്റ് ഐ ലൈക്ക് ഇറ്റ്. അല്ലെങ്കിൽ ഞാൻ 10ലൊരു 7 കൊടുക്കാം. 7.5 കൊടുക്കാം ഞാൻ 10ല്. എനിക്ക് ആക്ച്വലി ഈ ഗെയിം കളിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു വൈബ് ഉണ്ട് നമുക്ക്. ആ ഒരു ഇന്ത്യൻ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് ഇതില്. എന്താ ആകാശത്തിന്റെ മഴ. ഇനി വൈബ്. ഇതിലൊരു ഡിഫൻഡർ തടിച്ചു പോയ പോലെ കണ്ടോ? ഫ്രണ്ടില് ഡിഫൻഡർ വന്ന് കൊള്ളാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇവര് മാലിയോ ഇന്ത്യയിലല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഒരു വേറെ ഏതോ സ്ഥലത്താണ് ഉള്ളത് അവര് കമ്പനി. എന്നിട്ട് അവർ ഇത്ര നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അത് നിങ്ങൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കണം. ദാറ്റ് ഈസ് സോ ഗുഡ്. ഇത് നമ്മൾ കളിക്കുന്നതായിരിക്കും ബസ് സിമുലേറ്റർ. ആൻഡ് നമുക്ക് ഓട്ടോമൊബൈൽ ആയിട്ട് ഏതെങ്കിലും കാർ ഗെയിംസ് കളിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ കളിക്കുന്നതായിരിക്കും ഗെയിംസ്. നമുക്ക് ഏതെങ്കിലും ഗെയിംസോ കാർ പാർക്കിങ്ങോ അങ്ങനെ ഏതെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ, കാറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഓഫ് റോഡ് ബൈക്സ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നമ്മൾ എന്തായാലും കളിക്കുന്നതായിരിക്കും. ഈ ഗെയിം നല്ല രസം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സൈഡില് തെങ്ങ്, ആ ഒരു നെക്സ്റ്റ് ലോഡിങ്. ആൻഡ് ഇവര് ഇതില് മെയിൻ ആയിട്ട് ആ ഒരു തെങ്ങ് മരം ആ ഒരു വഴിതെറ്റി. റിവേഴ്സ് പോട്ടെ. വണ്ടിയൊന്നും ഞാൻ നോക്കുന്നില്ല. ബാക്കിൽ ഏതെങ്കിലും വന്നാൽ ഇടിച്ച് തകർക്കും ഞാൻ. ഓക്കെ, നമുക്ക് നേരെ വളയ്ക്കുക. നെക്സോൺ കണ്ടു പോണു. നെക്സോണോ ഹാരിയറോ? നെക്സോൺ ആണെന്ന് തോന്നുന്നു. നെക്സോൺ പോണു. ഇവര് കുറെ കൂടി കറക്റ്റ് ഒരു ഇന്ത്യയിലുള്ള ആ ഒരു ഇതൊക്കെ കുറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്രോ ഗെയിം വേറെ ലെവലാവും, വേറെ സീനാവും. പിന്നെ ട്രെൻഡിങ് ഇതായിരിക്കും ഇന്ത്യയില്. ഇവര് കുറച്ചുകൂടി കില്ലടി ഡീറ്റെയിലിംഗ് ഇതിൽ കൊണ്ടുവരണം. ഇച്ചിരി കൂടി രസമാവും ഗൈസ്. അതാണ് നമ്മളോട് പാസഞ്ചറിനെ റിട്ടേൺ ടു ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
എണ്ണ അടിക്കണോടാ? വേണ്ടതെ, എണ്ണ അടിക്കാൻ പമ്പില്ലല്ലോ. ഈ കോമറ്റ് പിന്നെതാ പാലം പണി. ഇത് ഓട്ടോ നോക്ക്, ഇത് പക്ക അതുപോലെ ഇരിക്കുന്നു. ഓ ഫസ്റ്റ് ട്രാഫിക് ശരി. നമ്മൾ വന്ന് റെഡ് അല്ല, നമ്മൾ ഒന്നും പച്ച. എന്താ ചെയ്യലേ, കഴിവ് തന്നെ പച്ച. വണ്ടി ഒടിച്ചെടുത്താ. അയ്യേ, ഡിഫൻഡറുടെ ഫ്രണ്ടാ അങ്ങനെ ഇരിക്കുന്നേ. നിങ്ങൾ ഡിഫൻഡറുടെ ഫ്രണ്ട് ഭാഗം കണ്ടോ? പിന്നെ എവിടെ കേറിയിട്ടാടാ വരുന്നേ? അതിന്റെ ഇവനെന്തിനാ പോണേ? ഇടിക്കട്ടെ. അവന് പിന്നാലും ഞാനും പോയി. എന്താ ചെയ്യാലേ. ഓക്കെ, നമ്മൾ റോഡ് ടു 900 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാരും മറക്കാതെ അടിച്ച് പൊട്ടിക്കേട്ടു. നമ്മൾ പിന്നെ ചിലപ്പോ കളിക്കേണ്ട ഗെയിംസോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ വോട്ടിംഗ് ആയിട്ട് ഇടും. അപ്പോ അപ്പൊ നിങ്ങള് വോട്ട് ചെയ്യാ. നിങ്ങക്ക് കൂടുതൽ താല്പര്യമുള്ളത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാ കമന്റില്. അപ്പൊ റെക്കമെൻഡ് ചെയ്ത ഗെയിം കുറെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളൊരു വോട്ടിംഗ് ഇടും. എന്നിട്ട് ആ വോട്ടിങ്ങിൽ ഏതാണോ കിട്ടുന്നത് അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവനൊക്കെ എന്താ വയ്യേ കിടക്കുക. ഇതിങ്ങനെ പോയാ പോരാ, അവന്മാരിതിനെ വളച്ചിട്ട് മാപ്പ് വെക്കുന്നേ. ഓ മഹീന്ദ്ര ഒക്കെ അതുപോലെ ചെയ്തിരിക്കുന്നുട്ടോ നമ്മളെ ബൊലേറോ. ബെലേറോ എന്നാണോ ബൊലേറോ എന്നാണോ? കുറെ പേര് ബെലേറോ എന്ന് പറയും. ഞാൻ ബെലേറോ എന്ന് പറയുന്നത് ഇട്ടിട്ടുണ്ട്. അതിലും കൂടുതൽ ഇട്ടിട്ടുള്ളത് ബൊലേറോ എന്നാണ്. ഞാൻ ബൊലേറോ എന്നാണ് പറയാറ്. സ്കൂട്ടർ ചേച്ചി, എന്റെ പൊന്നമ്മച്ചി, എന്താ ചേച്ചി നിനക്ക്? ട്രാഫിക് ആണെന്ന് പറഞ്ഞ ഒരു മയത്തിലൊക്കെ ഒന്ന് ബ്രേക്ക് പിടിക്കണ്ടേ? ഏടാ ലോറിയൊക്കെ എനിക്ക് ഇഷ്ടാടാ. എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ബസ് ഓടിക്കണം വലുതായിട്ട്. ഇപ്പോഴും ഉണ്ട്, ഭയങ്കരമായിട്ടില്ല, എന്നാലും ഓടിക്കണം എന്നുണ്ട് എനിക്ക്. അതായത് ഈ ഒരു സ്ക്രീന് പോലെ തീരത് ഇങ്ങനെ. ഇവനൊക്കെ എന്താണ് ഇങ്ങനെ നിർത്തുന്നത്? ഇവനൊന്നും വണ്ടി ഓടിക്കാറിഞ്ഞൂടെ? ഇന്ത്യക്കാർ ഇങ്ങനൊന്നും അല്ലല്ലോ. കുറച്ചു പേർക്കൊക്കെ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ളൂ ഒന്നും വിചാരിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് അയ്യോ സ്റ്റോപ്പ് കഴിഞ്ഞു പോയി. റിവേഴ്സ് വണ്ടി വരുന്നതിന് മുന്നേ റിവേഴ്സ് ആവാം. ഇവിടെ 2 മിററിലും നോക്കുന്നുണ്ട്. അതന്നെ സ്റ്റിയറിംഗ് ഫുൾ ഒടിച്ചിട്ടുണ്ട്. ഇത് ഏതാ ഷവർലെറ്റിന്റെ വണ്ടിയോ? ഏകദേശം ഒരു ഷവർലെറ്റിന്റെ ലോഗോ പോലെ ഇരിക്കുന്നത്. ഷവർലെറ്റ്. ഓ നമ്മുടെ സ്റ്റോപ്പത്തി. ഇറങ്ങട്ടെ. അവൻ ചാടിപ്പോയെ. അവൻ ഇച്ചിരി അഡ്വഞ്ചറസ് ആയി. എന്താ ചേച്ചി പറ്റിയേ? അല്ല എന്താ മോളെ പറ്റിയേ? കുറച്ച് അതൊക്കെ എന്താടാ മര്യാദക്ക് ഇറങ്ങാറുണ്ടല്ലോ. വണ്ടി നോക്കെ ചാടി ഇറങ്ങുന്നത് ടെക്നോളജി ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. ഓക്കെ സാൻഡ്, നമ്മൾ ആ ഒരു മാപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇപ്പൊ കണ്ടു 3,05,000 rupees ഗൈസ്. എന്താ ചെയ്യാലേ? നമുക്ക് ഷോപ്പിൽ വേറെ വണ്ടി ഉണ്ടോ? ഉണ്ടല്ലേ. 2 ലക്ഷോ? ഓ 20 lakhs ആയിരുന്നു. ഞാൻ ഇതെടുക്കും. ഇത് വോൾവോന്റെ വണ്ടിയാണ്. വോൾവോന്റെ ലോഗോ പോലെ എന്താണായാലും ഡ്രൈവർ സെയിം തന്നെ, വണ്ടിയുടെ സൈസ് വലുതാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്താണേലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് റോഡ് ടു 900 സബ്സ്ക്രൈബ്സ് എല്ലാവരും മറക്കാതെ അടിച്ചോടിക്കുക. അപ്പോൾ വളരെ വീഡിയോ കാണുന്നവരുണ്ട്. സൈനിങ് ഔട്ട് ഓഫ് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ബൈ ബൈ.